بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا، رب تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സിൽ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയം, അതായത് പിന്നെ വലായലുറു ഷാരിഉൽ മത്റൂഖു എന്ന് പറഞ്ഞ മത്തിനിൻ്റെ ഷറഹിൽ പിന്നെ വറുദ്ദ ബിഹികായത്തി ഇബ്നി റിഫഅത്തി റളിയല്ലാഹു അൻഹു ലിൽ ഖിലാഫി മഅ അദ്മി തുറൂഖി ഫീമാ ലൗ വഖഫ ബിസത്ഹിൻ ബൈനഹു ബിസത്ഹി ബൈതിഹി വൽ-ഇമാമു ബിസത്ഹിൽ മസ്ജിദി വബൈനഹുമാ ഹവാഉൻ ഫഅനി സുജാജിയ്യി സിഹ്ഹത്തു വഅൻ ഗൈരിഹിൽ മനഉ. ഞാനവിടെ ഈ സുജാജി എന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കാമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഇബ്നു ഖാദി ഷുഹ്ബൻ്റെ തബഖാത്തു ഷാഫിഇയ്യയിൽ അത് ലബ്താക്കിയിട്ടുണ്ട്. സുജാജിന്ന് സായിന് ലമ്മു ആണ്, ജീമ് ഖിഫത്ത് തഖ്ഫീഫുൽ ജീമാണ്, സുജാജി എന്നാണ്. അപ്പോൾ സജ്ജാജി എന്നല്ല, അത് അബു അലിയിന് സുജാജി എന്ന് പറയുന്ന അൽ ഹസൻ അവരുടെ പേര്. അബു അലിയിന് അസുജാജി എന്ന് പറയുന്ന മഹാനാണ്, അസ്ഹാബിൽ ഷാഫി അസ്ഹാബിൽ പെട്ടവരാണ് എന്ന് അവരെ കുറിച്ച് പറയുന്നുണ്ട്. അത് സുജാജിയാണ്, അബു അലിയിന് സുജാജി. പിന്നൊന്ന് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഷറഹിൽ വയിൻകാന ഖൽഫ ബിനാഇൽ ഇമാമി ഫസ്സഹീഹു സിഹത്തുൽ ഖുദുവത്തി ബിശർത്തി അല്ലാ യകൂന ബൈന സഫൈനിൽ മുസല്ലി അഹദുഹുമാ ബിബിനാഇൽ ഇമാമി വല്ലാഖറു ബിബിനാഇൽ മഅ്മൂമി എന്നിങ്ങനെ അടുത്ത് അൽ മുസല്ലി എന്നുള്ളിടത്ത് ഞാനൊന്ന് തറദ്ദുദായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ അഹദുഹുമ എന്നുള്ള മുബ്തദയാണോ എന്ന് എനിക്ക് തോന്നിയിട്ട്, അത് മുബ്തദല്ല. മുസല്ലി അഹദുഹുമ എന്നുള്ളത് ആ സഫൈനി എന്നുള്ളതിന് സിഫത്താണ്. അഹദുഹുമ എന്നുള്ളത് മുസല്ലിൻ്റെ ഫായിലാണ്. അപ്പോൾ രണ്ട് സഫിൻ്റെ ഇടയിൽ ഇല്ലാതിരിക്കുക എന്ന ഷർത്തോടുകൂടെ എങ്ങനത്തെ രണ്ട് സഫാണ്? അതിലൊന്ന് നിസ്കരിക്കുന്നുണ്ട്, അൽ മുസല്ലി അഹദുഹുമ, അതിലൊന്ന് നിസ്കരിക്കുന്നതായ സഫ്. എവിടെ നിസ്കരിക്കുന്നത്? ബിബിനായിൽ ഇമാമി, ഇമാമിൻ്റെ കെട്ടിടത്തിൽ. വല്ലാഹറു മറ്റേ സഫ് നിസ്കരിക്കുന്നുണ്ട്, അത് അഹദുഹുമ എന്നുള്ളതിൻ്റെ പിന്നെ അതിൻ്റെ മേലെ അത്തഫാണ്. അപ്പോൾ മുസല്ലി എന്നുള്ളതിന് അഹദുഹുമ വല്ലാഹറു എന്നാവും. അതിലൊരു സഫ് ഇവിടെ നിസ്കരിക്കുന്നു, മറ്റേത് എന്താണ് മഅ്മൂമിൻ്റെ ബിനായിലും നിസ്കരിക്കുന്നു എന്നിങ്ങനെയാണ് അവിടെ അർത്ഥം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് വന്നിട്ട് ഈ ഇല്ലം യകുൻ ഹായിലുൻ ഔ ഹാല ബാബുൻ നാഫിദുൻ എന്നിങ്ങനെ അവിടെ ഇല്ലം യകുൻ ഹായിലുൻ എന്ന് പറഞ്ഞെടുത്ത് ബിയങ്കാന യറൽ ഇമാമ, ഇമാമിനെ കാണാം, ഔ ബഅദൽ മുഖ്തദീന ബിഹി അല്ലെങ്കിൽ ഇമാമിനെ തുടരുന്ന ചിലരെ കാണാം, അതാണ് മറയില്ല എന്നുള്ളതിന്. എന്നിട്ട് അത് കണ്ടാൽ മാത്രം പോരാ, വയുങ്കിനുഹുദ്ദഹാബു ഇലൈഹി, അപ്പോൾ കാണാൻ എന്താണ് ഗ്ലാസ് ആയാലും മതിയല്ലോ, പക്ഷേ പോകാൻ പറ്റൂല, അത് പോരാ, പോകാനും കഴിയണം. ലോ അറാദഹു, പോകാൻ വിചാരിച്ചാൽ മാൽ ഇസ്തിഖ്ബാലോട് കൂടെ പോകാൻ കഴിയണം എന്ന് പറഞ്ഞിട്ട് മിൻ ഗൈരി സിറാരിൻ വലൻ ഇതാഫിൻ എന്ന് പറഞ്ഞു. അതിന് പിന്നെ അത് ഇസ്തിഖ്ബാലിൻ്റെ ബയാനാണ്. ഈ വലൻ ഇതാഫിൻ എന്ന് പറഞ്ഞ ആയത്ത് തഫ്സീറാണ് എന്നവിടെ ഷർവാനി പറഞ്ഞല്ലോ. അപ്പോൾ ഇസ്തിഖ്ബാൽ കൊണ്ട് ഉദ്ദേശം എത്രയേ ഉള്ളൂ?
പിന്നെ ബി ഖൈദിഹിൽ ലാത്തിഫി അബി ഖുബൈസ് എന്ന് ശേഷം പറയുന്നുണ്ട്. ജബലു അബി ഖുബൈസ് ആണ് അബു ഖുബൈസ് എന്ന് പറഞ്ഞത്. അവിടെ എന്താണ് ഇമാമ് നിൽക്കുക, അല്ല മൗമൂമ് നിൽക്കുക, ആരെ തുടർന്ന് നിസ്കരിക്കുക, മസ്ജിദുൽ ഹറാമിനെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന മസല ശേഷം വരുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന എന്താണ് ഖൈദോടുകൂടെ എന്നാണ്. അവിടെ ഈ സിറാർ നിത്താഫിന് എന്താണ് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇസ്വിറാർ ഇന്നിത്താഫിൻ്റെ രൂപം അവിടെ പറയുന്നുണ്ട് തൊഫയെ തന്നെ. അതിവിടെ ഇബ്നു ഖാസിം ഉദ്ധരിച്ചിട്ടുമുണ്ട്. അതായത് ലഹിർ ഖിബിലക്കാകാതിരിക്കുക, അതായത് ഇസ്തിദ്ബാർ വരാതിരിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ സഹാബ് ഇസ്തിഖ്ബാൽ വേണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അത് ഖിബിലയുടെ ജിഹത്തിനെ തൊട്ട് തെറ്റിത്തിരിയാതിരിക്കുക എന്നാണ്. ആ തെറ്റിത്തിരിയുക എന്ന് പറഞ്ഞത് എങ്ങനെ? ഇസ്തിദ്ബാർ വരുമ്പോഴാണ്. അപ്പോൾ വലതു ഭാഗത്തോട്ടോ ഇടതു ഭാഗത്തോട്ടോ തിരിഞ്ഞാൽ അത് ഇസ്തിഖ്ബാൽ എന്ന സഹാബ് പറഞ്ഞതിനെതിരല്ല, തെറ്റിത്തിരിയാതിരിക്കണം എന്ന് പറഞ്ഞു എന്നതിനെതിരല്ല, അത് തെറ്റിത്തിരിയലല്ല. ലഹിർ, ഈ നിസ്കരിക്കുന്ന ആളുടെ ലഹിർ എന്താകുക? ഖിബിലയിലേക്കാകുക എന്നതാണ് ആ ഇസ്വിറാർ നിത്താഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നോട്ട് നടന്നാലോ? അത് പറ്റൂല എന്നും പറയുന്നുണ്ട്. നടത്തം സാധാരണ രീതിയിലുള്ളതാകണം എന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? പിന്നെ അങ്ങനെ ഒരു 3 സ്ഥലം പിന്നെ ഒരു വിശദീകരിക്കാനുണ്ടായിരുന്ന. ഇനി വലൗ വഖഫ ഫി മവാത്തിൻ വ ഇമാമുഹു ഫി മസ്ജിദിൻ എന്ന് പറഞ്ഞ 4ാമത്തെ രൂപ പറയുന്നത്. അതായത് രണ്ടാളും പള്ളിയിലാകുന്ന രൂപം പറഞ്ഞു, രണ്ടാളും എന്താണ് മവാത്ത് പോലത്തെ എന്താണ് വിശാലമായ സ്ഥലത്ത്, തരിശ് സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത്, ഇടയിൽ മറയില്ലാത്ത രൂപം അവിടെയും പറഞ്ഞു. രണ്ടാളും ബിൽഡിങ്ങിലാവുമ്പോൾ അവിടെ എന്ത് ചെയ്തു? വലതു ഭാഗത്ത് ഇടതു ഭാഗത്താകുക, പിൻഭാഗത്താകുക എന്ന വിശദീകരണത്തോടുകൂടെ അല്ലാതെ ഖിലാഫും പറഞ്ഞു. അത് 3 രൂപ. ഇനി 4ാമത്തെ രൂപം വലവ് വഖഫ ഫി മവാത്തിൻ, ആര്? ഈ പിന്നെ മൗമൂമ് നിന്നുന്നാ. മവാത്ത് എന്ന് പറഞ്ഞാൽ തരിശ് സ്ഥലം. ഔ ഷാരീൻ, അല്ലെ വഴിയിൽ നിന്നു. അല്ലെങ്കിൽ ഈ മവാത്ത് എന്ന് പറഞ്ഞാൽ പള്ളീൻ്റെ മുറ്റമൊക്കെ പെടും. പള്ളീൻ്റെ പിന്നെ പള്ളിൻ്റെ ഖാരിജ്. ഇപ്പോൾ ഒരാൾ പള്ളിയിലും മറ്റേയാൾ പള്ളിൻ്റെ ഖാരിജിലും എന്നാണ് മറ്റു ചില കിതാബുകളിൽ ഇബാറത്ത്. അപ്പോൾ മവാത്ത് എന്നുള്ളത് കൊണ്ട് തരിശുഭൂമി എന്ന് അതിനർത്ഥമില്ല, പള്ളി അല്ലാത്ത പള്ളീൻ്റെ പുറം. അപ്പോൾ പള്ളി നമ്മൾ മുമ്പ് റഹബത്ത് പള്ളിയിൽ പെട്ടതാണെന്ന് പറഞ്ഞു, അതല്ലാത്ത ഹരീം പള്ളിയിൽ പെട്ടതല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഒരാൾ ഹൗലുങ്കരയിലാണ് നിൽക്കുന്നത്, ഒരാൾ ഇമാമ പള്ളിയിലുമാണ്. അല്ലെങ്കിൽ അവിടെ പറഞ്ഞല്ലോ പുതുതാക്കി ഉണ്ടാക്കിയ എന്താണ് റഹബത്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പള്ളിയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുതുതായി ഉണ്ടായതാണ്, അല്ലേ പള്ളീൻ്റെ മുറ്റത്താണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇമാമു ഹൂഫി മസ്ജിദിന്, ഇയാളെ ഇമാമ് പള്ളിയിലുമാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് ഫൈലം യഹുൽ ഷെയ്ഉൻ ഫഷർതു തഖാറുബു എന്നാണ് മുഅ്തബറൻ മിൻ ആഖിരിൽ മസ്ജിദി എന്നിങ്ങനെയാണ്. അപ്പോൾ ഇടയിൽ മറയില്ലെങ്കിൽ എന്താകണം? 300 മുഴത്തിലധികം ആകരുത്. മറ ഉണ്ടെങ്കിൽ ആ മറ ഏത് ആകരുത് എന്ന് പിന്നെ പറയുന്നുണ്ട്. അതായത് ഇത്തസല ബിഹിൽ മവാത്തു, ആ പള്ളിയോട് ചേർന്നിട്ടാണ് ഈ മവാത്തുള്ളത്. ആവിശാരി അല്ലെങ്കിൽ ഷാരി, പിന്നെ അപ്പോൾ അത് പള്ളീനോട് ചേർന്നുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ പള്ളിയാവുമ്പോൾ പള്ളീൻ്റെ ഒരു ചുമരുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പള്ളീൻ്റെ ആ പള്ളി എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഭിത്തി ചുമര് അതുണ്ടാവും. അത് കഴിഞ്ഞ് പള്ളീൻ്റെ മതിലിൻ്റെ പുറത്തായാൽ പറ്റൂല, അപ്പോൾ അത് മുത്തസിലല്ലല്ലോ. അതാ പറഞ്ഞേ. പിന്നെ ഔ അക്സുഹു, അല്ലെങ്കിൽ എന്ത് അത് പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ വേറെ എന്താണ് കാര്യങ്ങൾ വരും നോക്കുന്നർത്ഥം. പിന്നെ ഔ അക്സുഹു, അല്ല ഇതിൻ്റെ അക്സായി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മൗമൂമ് പള്ളിയിലാണ്, ഇമാമ് പള്ളീൻ്റെ പുറത്താണ്. അങ്ങനെ ഇമാമ മവാത്തിലോ ഷാരിയിലോ ആണ്, മൗമൂമ് പള്ളിയിലാണ്. അത് അക്സു എന്നാണ്. ഫൈലം യഹുൽ ഷെയ്ഉൻ മിമ്മ മറ ബൈനഹുമ, അപ്പോൾ ഈ ഇമാമ് മൗമൂമിൻ്റെ ഇടയിൽ മുമ്പ് പറഞ്ഞ ഒരു മറയുമില്ലെങ്കിൽ, മുമ്പ് പറഞ്ഞ എന്ന് പറഞ്ഞെടുത്ത് എന്താണ് മുമ്പ് പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ജിദാറ് ചുമര്, അല്ലെങ്കിൽ എന്താണ് ചുമരിൽ തന്നെ പിന്നെ നാഫിദായ ബാബ് ഇല്ലാത്ത രീതിയിലുള്ള എന്താണ് ജനൽ പോലത്തെ ഉള്ള എന്താണ് ചുമര്, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ആ രീതിയിലുള്ള മറ, അതായത് മറ എന്ന് പറഞ്ഞാൽ കാണാനും എന്ന പോലെ പോകുന്നതിനും തടസ്സമാകുന്ന മറ ഇല്ലാതിരിക്കുക. ഫഷർത്തു, അങ്ങനെ ഇല്ലെങ്കിൽ അപ്പോൾ ഷർത്ത് തക്കാറുബാണ്. പിന്നെ അപ്പോൾ പോകുമ്പോൾ അവിടെ ഇസ്വിറാർ നിത്താഫ് ഉണ്ടാകരുത് എന്ന് പറഞ്ഞല്ലോ. ബിയല്ല യസീദ മാബൈനഹുമ അലാ 300 ദിറായിൻ,
അപ്പോൾ 300 മുഴത്തിനേക്കാൾ അധികം ഇല്ലാതിരിക്കുക എന്നതാണ് തഖാറുബ് ഷർത്ത് എന്ന് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഈ പള്ളീൻ്റെ ചെരുവിലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റാഹബത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ മതി, അത് പള്ളി ആയതുകൊണ്ട് ഈ സിറാറ് ഇന്നിത്താഫില്ലാത്ത നിലയിൽ പോകണമെന്നൊന്നുമില്ല. ഇടയിൽ വാതിലുണ്ടായാലും പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. വാതിൽ ചാരിയാലും അടച്ചാലും കുറ്റിയിട്ടാലും. പക്ഷേ ആണി അടിച്ചതാകരുതെന്ന് നമ്മളവിടെ പറഞ്ഞല്ലോ. പിന്നെ അപ്പോൾ ഈ പള്ളീൻ്റെ ചെരുവിൽ റാഹബത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ വാതിലിൻ്റെ മുന്നിൽ നിന്നാലൊന്നും കുഴപ്പമില്ല. ഈ പറഞ്ഞ പള്ളി എന്ന് പറയുന്ന അതിൻ്റെ ഹുക്മിൽ വരുന്ന റാഹബത്ത് അല്ലാത്ത ചെരുവാണ് എന്നുണ്ടെങ്കിൽ ഇമാമിൻ്റെ വലതുഭാഗത്തുള്ളൊരു വാതിലിൻ്റെ, അതായത് പള്ളിയുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഉള്ള വാതിലിൻ്റെ മുമ്പിൽ നിന്നാൽ ഇയാൾ അവിടെ ഒരു ജന്നലും ഉണ്ട്, അപ്പോൾ ഇമാമിനെ കാണുകയും ചെയ്യാം. പക്ഷേ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഖിബിലക്ക് മുസ്തദിബിറായി പിന്നോട്ട് വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞോ വലത്തോട്ട് തിരിഞ്ഞോ ഇമാമിലേക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ഖുദ്വത്ത് ശരിയാവില്ല. അത് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഈ AC വെക്കുന്ന പ്രശ്നമുണ്ട്, അത് ശേഷം പറയാം. പിന്നെ അപ്പം ഇത് പറഞ്ഞു വഴുത്തുരുള്ള കൗലു ലം യഹുൽ ഷൈഉൻ ഫഇല്ലം യഹുൽ ഷൈഉൻ, ഒന്നും പറയായിട്ടില്ലെങ്കിൽ എന്ന് ഇപ്പോൾ മുസന്നിഫ് പറഞ്ഞല്ലോ. അതിന് എഴുത്തറാൾ വന്നിട്ടുണ്ട്. ബിഅന്നഹു ലൗകാന ബി ജിദാരിൽ മസ്ജിദി ബാബുൻ, പള്ളീൻ്റെ ചുമരിൽ ഭിത്തിയിൽ ഒരു വാതിലുണ്ടായാൽ വലം യഖിഫ് ബി ഹിദാഇഹി അഹദുൻ, ആ വാതിലിൻ്റെ നേരെ ആരും നിന്നിട്ടുമില്ല, എന്നാൽ ലം തസിഹൽ ഖുദുവത്തു, തുടർച്ച ശരിയാവൂലല്ലോ എന്നത് പറഞ്ഞിട്ട് ഇതിനെ ഇത്റാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറയില്ലല്ലോ. എന്നിട്ട് തഖാറുബ് 300 മുഴത്തിൻ്റെ ഉള്ളിലാണ് നിർത്താം, വാതിലിൻ്റെ അടുത്ത് തന്നെയല്ലേ നിർത്താം. ഇവിടെ ഖുദുവത്ത് ശരിയാകുന്നില്ലല്ലോ. റദ്ദു. അപ്പോൾ അങ്ങനെ ഇത്റാൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഇത്റാൽ തള്ളപ്പെട്ടു. ബി അന്ന ഹദ ഫീഹി ഹായിലുൻ, ഇവിടെ മറണ്ട്. കമാ ഉലിമ മിൻ കലാമിഹി, മുസന്നിഫിൻ്റെ മുമ്പുള്ള കലാമെന്ന് ബോധ്യപ്പെട്ടല്ലോ നമുക്ക്. ഔ ഹാല ബാബുൻ നാഫിദുൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എന്ത് വേണം? അതിൻ്റെ അവിടെ പിന്നെ വാതിലിൻ്റെ അവിടെ ഒരാൾ നിൽക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ആ ഇത്റാലായി വരില്ല. പിന്നെ മുഴത്തബറൻ ദാലിക്ക തഖാറുബ്, അപ്പോൾ തഖാറുബ് ഷർത്താണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തഖാറുബ് എവിടുന്നാണ് ഈ 300 മുഴം കൂട്ടുക? പിന്നെ ആഖിറുൽ മസ്ജിദി, പള്ളിൻ്റെ അവസാനത്തുനിന്ന്. അപ്പോൾ മെഹ്റാബിലാണ് ഇമാമ് നിന്നത്, അല്ലെങ്കിൽ ആ പള്ളീൻ്റെ ഏറ്റവും മുന്നിലാണ്. അപ്പോൾ ഇമാമ് മുതൽ അല്ലെങ്കിൽ അവിടെ 2 സൊഫ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ 2 സൊഫിൻ്റെ അവസാനം മുതൽ, അങ്ങനല്ല. പള്ളി വിശാലമായിട്ട് 10 മീറ്റർ നീളം ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തു നിന്നാണ് ഈ 300 മുഴം കൂട്ടുക. ഐ തൊറഫിഹില്ലതി എലി മൻഹുവ ഖാരിജഹു, കേട്ടോ, പള്ളീൻ്റെ പുറത്തുള്ള ആളോട് അടുക്കുന്ന അറ്റം, അതാണ് ആഖിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പള്ളീൻ്റെ അവസാനം എന്ന് പറഞ്ഞതേ അത് പിൻഭാഗമാകാൻ ചിലപ്പോൾ വലതുഭാഗം ഇടതുഭാഗമൊക്കെ ആകാമല്ലോ. അതാ. അപ്പോൾ ഇവിടെ ഖാരിജഹു എന്നാണ് തൊഫേൽ ഇബാർത്തിട്ടത്. അപ്പം നേരത്തെ പറഞ്ഞ ഫീ മവാത്തിൻ ഔഷാരിയൻ എന്നതുകൊണ്ട് ഉദ്ദേശം മവാത്താകുക, വഴിയാകുക എന്നില്ല, പള്ളീൻ്റെ പുറകുക എന്ന ഉദ്ദേശം. മനസ്സിലായില്ലേ? അന്നഹു ലമ്മാബുനിയലി സ്വലാത്തി, കാരണം ഈ പള്ളി അതിനുവേണ്ടി നിസ്കരിക്കാൻ വേണ്ടി എടുക്കപ്പെട്ടതായ ഫലം യുഅദ്ദ ഫാസിലൻ, ആ പിന്നെ ഇമാമ് നിൽക്കുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ട് പള്ളീൻ്റെ അവസാനം വരെ ഇപ്പോൾ 10 മീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ദൂരം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് 300 മുഴം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 300 മുഴത്തിനേക്കാളും മൊത്തം അധികമായില്ലേ? അപ്പോൾ ഇതൊരു ഫാസിലായി കൂട്ടൂല എന്നർത്ഥം. ഇമാമും മഅ്മൂമിൻ്റെ ഇടയിലുള്ള ഫാസിലായി കൂട്ടുന്നില്ല. ആ മസാഫത്ത്, ആ ദൂരം, ആ ഒരു പിന്നെ രണ്ടാളുടെ ഇടയിലുള്ള വേർതിരിക്കുന്നൊരു സ്ഥലമായി കൂട്ടുന്നില്ല. ഒരുമിച്ച് കൂടിയതുപോലെയാണ്. പള്ളീൻ്റെ ഉള്ളിലാകുമ്പോൾ എത്ര ദൂരമായാലും കുഴപ്പമില്ല, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. വഖീല, അല്ല, ഈ പള്ളീൻ്റെ അവസാനം എന്ന് പറഞ്ഞെടുത്തൊരു അഭിപ്രായമുണ്ട്. പിന്നെ ആഖിരി സൊഫിൻ്റെ അവസാനത്തുനിന്ന് ഫൈലം മെക്കുൻ ഫീഹി ഇല്ലൽ ഇമാമു, അപ്പോൾ സൊഫിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ ബാക്കിൽ ഒരു 4 സൊഫ് നിസ്കരിക്കുന്നെങ്കിൽ ആ 4ാമത്തെ സൊഫ് മുതൽ ഇങ്ങോട്ട് 300 മുഴം കൂട്ടണം എന്നപ്പോൾ പറഞ്ഞേ. അതിന് സൊഫില്ല, ഇമാം ഒറ്റയ്ക്കാണെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് പള്ളീൻ്റെ ഏറ്റവും മുന്നിൽ നിസ്കരിക്കുക, അയാളെയാണ് ഇയാൾ തുടരുന്നത്. എന്നാലോ ഫമിൻ മൗഖിഫിഹി, ആ ഇമാമ് നിന്ന സ്ഥലം മുതൽ പിന്നെ ഈ മഅ്മൂമ് നിൽക്കുന്നവരെ മൊത്തം 300 മുഴം അധികമാകരുത് എന്നാ. വ മഹല്ലുഹു ഇല്ലം തഖ്റുജു സുഫൂഫു അൻഹു, അപ്പോൾ ഈ പറഞ്ഞ ഖിലാഫ് ഉണ്ടല്ലോ, ആ ഖിലാഫിൻ്റെ മഹൽ, അതായത് സൊഫിൻ്റെ അവസാനം മുതൽ കൂട്ടണം എന്ന് പറഞ്ഞത് സഫ് പള്ളിയെ തൊട്ട് പുറത്തേക്ക് എത്തിയിട്ടില്ലെങ്കിലാ.
സഫ് പള്ളീൻ്റെ ഉള്ളിലാണെങ്കിലാണ് അവിടെ മുതൽ കൂട്ടണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇല്ല, അല്ല, അങ്ങനെ സഫ് പള്ളീൻ്റെ പുറത്തേക്ക് എത്തിയെങ്കിൽ ഫമിൻ ആഖിരി സഫിൻ ഖത്ആൻ, അപ്പോൾ പിന്നെ കൂട്ടുന്നത് അവസാനത്തെ സഫ്. അതായത് പള്ളി നിറഞ്ഞ് പുറത്തേക്ക് 4 സഫുണ്ട്, അപ്പോൾ ആ 4ാമത്തെ സഫ് മുതൽ 300 പഴം കൂട്ടും, അങ്ങനെയാണ് എന്നാ. അവിടെ അപ്പോൾ ഖിലാഫുമില്ല. അപ്പോൾ ഈ ഖീലയും അല്ലാത്ത ആദ്യം പറഞ്ഞ എന്താണ് സഫ് പള്ളീൻ്റെ അവസാനം മുതൽ പരിഗണിക്കണം എന്ന് പറഞ്ഞതുമായുള്ള ഖിലാഫ് പള്ളീൻ്റെ പുറത്തേക്ക് സഫ് നീണ്ടില്ലെങ്കിലാണ്. ഇനി വൈൻ ഹാലജിദാറുൻ, അപ്പോൾ ഫൈലം യഹുൽ എന്താണ് മിമ്മാമറ എന്ന് പറഞ്ഞില്ലേ, അവിടെ മിമ്മാമറ എന്നുള്ളിടത്ത് ഷെർവാനി ലാലല്ലൗല മിമ്മ എത്തി എന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അതിന് മുമ്പ് എന്താണ് മറയില്ലാത്ത ആ മറയെക്കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് കാണുന്നതിനും പോകുന്നതിനും തടസ്സമാകുന്ന മറയില്ലാതിരിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മുമ്പ് കഴിഞ്ഞ തന്നെയല്ലേ. അപ്പോൾ വൈൻ ഹാല ജിദാറുൻ ഔ ബാബു മുഗലക്കുൻ, ഒന്നിൽ ചുമര തന്നെ, അതിൽ വാതിലൊന്നുമില്ല, അല്ലെങ്കിൽ ചുമരയിൽ വാതിലുണ്ട് പക്ഷേ ആ വാതിൽ അടക്കപ്പെട്ടതാണ്. കൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റി സാക്ഷ എന്നൊക്കെ പറയുമല്ലോ, അതിട്ടതാണ് എന്നർത്ഥം. പിന്നെ മുനി അപ്പോൾ എന്താണ് മന എന്തിനെ തടയും, സഹിയാകുന്നതിനെ തടയുന്ന അർത്ഥം. കുതുവത്ത് സഹിയാകുന്നതിനെ തടയും. കാരണം എന്തായാലും ആദ്യമിൽ ഇത്തിസാലില്ലാത്തത് കൊണ്ട്. അപ്പോൾ അടച്ച വാതിൽ എന്നാ, കുറ്റിയൊക്കെ ഇട്ട വാതിലാ, പുറത്തുനിന്ന് ഉള്ളുന്നൊക്കെ. അപ്പോൾ വെറും ചാരിയ വാതിലാണെങ്കിലോ, വെറും ചാരിയ വാതിലാവുമ്പോൾ അവിടെ ഖിലാഫുണ്ട്. വക്കതൽ ബാബുൽ മർദൂദു, ചാരിയ വാതിലും ഇങ്ങനെ തന്നെയാണ്. വൈലം യോലക്ക്, ചാരിയിട്ടേ ഉള്ളൂ, ഏതവസ്ഥയിൽ അത് മുഗലക്കല്ല, കുറ്റിയിട്ടിട്ടില്ല, പൂട്ടിയിട്ടുമില്ല. കുറ്റിയിടുന്നതിനേക്കാൾ എന്താണ് കടുപ്പാണല്ലോ പൂട്ടുക എന്ന് പറഞ്ഞത്. ഖിലാഫല്ലിൽ ഇമാമി, അല്ല അവിടെ കുറ്റി ഇട്ടാലും കുഴപ്പമില്ല എന്ന് എന്ത് ഇമാമുൽ ഹറമൈനിൻ്റെ അഭിപ്രായമുണ്ട്. അപ്പോൾ മുഗലക്കായ ബാബാണെങ്കിലും എന്തെന്നെ ആ തടസ്സം പിന്നെ ആകും. അല്ല വൈലം മുഗലക്ക് അല്ലെങ്കിലും എന്ന് പറഞ്ഞെടുത്ത് മുഗലക്കാണെങ്കിലേ എന്താവുള്ളൂ, മർദൂദായാൽ തടസ്സമാവില്ല എന്നല്ലേ ഇമാമുൽ ഹറമൈനി പറയുന്നത്. അതെ. പിന്നെ ഈ പറഞ്ഞ വൈലം യുഗലക്ക് എന്നതിലേക്ക് ഖിലാഫല്ലിൽ ഇമാം വശുബാക്കു എന്ന പോലെ പിന്നെ ജനലും അങ്ങനെ തന്നെയാണ്. ഈ പിന്നെ അത് രണ്ടും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുതുവത്ത് പിന്നെ സഹിയാകുന്നതിനെ തടയുന്നർത്ഥം. അപ്പോൾ ഈ ബാബും മർദൂദ് പോലെ തന്നെയാണ് എന്താണ് കർട്ടൻ ഇട്ടാലും എന്നവിടെ ഷെർവാനി പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും കാര്യം എന്ന് പറഞ്ഞാൽ കാണലിനെ തടയും, പിന്നെ പോകലിനെ തടയൂല, കണ്ട് തുറന്നാൽ മതിയല്ലോ അല്ലേ. പിന്നെ അല്ലെങ്കിൽ ആ താഴ്ത്തിയിട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ വാതിൽ ചാരിയ അവസ്ഥയിൽ പോകാൻ കഴിയൂലല്ലോ. അതുകൊണ്ടും സുബാക്കാണെങ്കിലോ കാണാനേ പറ്റുള്ളൂ, പോകാൻ കഴിയൂല. അത് തന്നെ ബില്ല സഹി. അപ്പോൾ മൻ അവലിൽ മുഷാഹദത്ത കണ്ടോ, ബാബും മർദൂദ് കാണലിനെ തടയും, അതുകൊണ്ടാണ് പറ്റാത്ത. അപ്പോൾ കർട്ടൻ ഇട്ടാലും കാണാൻ കഴിയൂല. വസാനി രണ്ടാമത്തത് എന്താണ് അല്ലിസ്തിത്തറാക്ക, അതായത് ഷുബാക്ക് ജനൽ എന്ന് പറഞ്ഞത്, ജനൽ എന്തിനെ അങ്ങോട്ട് പോകലിനെ തടയും. ഇസ്തിത്തറാക്ക് എന്ന് പറഞ്ഞാൽ ദഹാബ് നടന്നു പോകലിനെ തടയും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും അങ്ങനെ തന്നെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ ഈ പിന്നെ ഇത് അസഹനുസരിച്ചാണ്. ഇപ്പോൾ ഈ എല്ലാ പള്ളിയിലും AC വെക്കുന്നുണ്ടേ, പള്ളിയിലെ AC വെക്കുള്ളൂ. AC വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ജമാഅത്തിൻ്റെ നേരത്തും ജുമാൻ്റെ നേരത്തും ഒക്കെ അവിടെ വാതിലടച്ചിട്ടുണ്ടാവും. എങ്ങനെ ബാബും മർദൂദായിരിക്കും. അപ്പം എന്തു ചെയ്യും, ബാബും മർദൂദാവുമ്പോൾ പിന്നെ കാണുന്നതിന് തടസ്സമാണ് എന്നുള്ള നിലക്കാണ്. അപ്പോൾ വേറെ മാർഗത്തിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ബാബും മർദൂദ് പോകുന്നതിന് തടസ്സം ഇല്ല എന്ന് മനസ്സിലായി, തുറന്നങ്ങ് പോകാമല്ലോ. അപ്പോൾ വേറെ വഴിക്ക് കാണാൻ പറ്റും. ഈ വാതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്താണ് ഗ്ലാസ് ഇട്ട ജനലുകളാണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയുമല്ലോ. അപ്പോൾ തുടർച്ച ശരിയാവും. അല്ലെങ്കിൽ എന്ത് വേണ്ടി വരും, ഈ അസഹിൻ്റെ ദാനി അനുസരിച്ച്, അതായത് ഈ പള്ളീൻ്റെ പുറത്തെ പള്ളിയിലേക്ക് നിൽക്കുമ്പോഴേ അവിടെ ഗ്ലാസ് ഇട്ട വാതിൽ അല്ല ജനൽ അല്ല എന്നുണ്ടെങ്കിൽ, കാണാൻ വേറെ മാർഗം ഇല്ല എന്നുണ്ടെങ്കിൽ, ജനൽ ഏതായാലും തുറന്നിടൂലല്ലോ, കാണാൻ വേറെ മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ അസഹിൻ്റെ ദാനി അനുസരിച്ച്
തുടർച്ച ചെയ്യാവുള്ളൂ. അപ്പോൾ അസഹ അനുസരിച്ച് മദ്ഹബുൽ റാജി അനുസരിച്ച് എന്താക്കണം, AC വെച്ചാലും ആ ഒരു വാതിൽ കുറച്ച് തുറന്നു വെക്കണം എന്നർത്ഥം. കാണുന്നതിന് തടസ്സമാകാത്ത രീതിയിൽ ഒരാളിന് പോകാൻ അങ്ങോട്ട് വേണമെന്നില്ല, കുറച്ചൊന്ന് തുറന്നു വെച്ചാൽ മതി, എന്നാൽ കാണാമല്ലോ. ആ വാതിലിൻ്റെ തൊട്ട് മുമ്പിലുള്ള സൊഫയിലുള്ള ഒരാളെ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഒരു കുറച്ചൊന്ന് തുറന്നു വെക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്നർത്ഥം. ഇല്ലേ പിന്നെ അസൈൻ്റെ സാനിന്ന് അറിയേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇമാമുൽ ഹറമൈനി പറഞ്ഞ അനുസരിച്ച് മുഗലക്കാകുമ്പോഴേ തടസ്സമാവുള്ളൂ, മർദൂദാവുമ്പോൾ തടസ്സമാവില്ല എന്നല്ലേ പറഞ്ഞത് ഖിലാഫല്ലിൽ ഇമാം. അപ്പോൾ ഒന്ന് ഇമാമുൽ ഹറമൈൻ്റെ അഭിപ്രായം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അസവിൻ്റെ സാനി അനുസരിച്ച്, അല്ലെങ്കിൽ അസവിൻ സാനി അനുസരിച്ച് എന്ന് പറഞ്ഞത് വേറെ അഭിപ്രായമാണ്. ഇമാമുൽ ഹറമൈനി പറഞ്ഞാൽ അത് വേറെ അഭിപ്രായമാണ്. അല്ലെങ്കിൽ ലേശം തുറന്നു വെക്കണം, അല്ലെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ജനലുണ്ടായിരിക്കണം എന്നർത്ഥം. പിന്നെ അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഈ AC വെച്ചിട്ട് അടച്ചിട്ട് നിസ്കരിക്കുമ്പോൾ പുറത്തുള്ള ആൾക്കാരുടെ ജമാഅത്തെല്ലാം പോവും. പിന്നെ അപ്പോൾ അസൈൻ്റെ സാനിയാണ് അനുസരിച്ച് ശരിയാവുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും, എന്നാലല്ലേ അവരത് തക്ലീദ് ചെയ്ത് വിചാരിച്ച് നിൽക്കുകയുള്ളൂ. ഇത് റാജി അനുസരിച്ച് ശരിയാവില്ല, മർജു അനുസരിച്ച് ശരിയാവുള്ളൂ എന്നുള്ളത്. പിന്നെ അവർ തക്ലീദ് ചെയ്തെങ്കിലല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ഒരു ജനൽ അവിടെ വെക്കുക, അതാണ് നല്ലത്. കാണാനൊരു സൗകര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വാതിൽ ലേശം തുറന്നു വെക്കുക. പിന്നെ അപ്പോൾ അതെല്ലാമാണ് എന്താണ് ജനങ്ങൾക്ക് നടത്താം. പിന്നെ ഞങ്ങളെ കരുനാഗപ്പള്ളിയിൽ നോക്കുമ്പോൾ പള്ളീൻ്റെ പുറത്ത് ഇതുപോലെ കരുനാഗപ്പള്ളി പള്ളിയിൽ പണി നടക്കുമ്പോൾ ആൾ കൂടിയിട്ടേ പള്ളീൻ്റെ വലതു ഭാഗത്ത് നിലത്ത് താഴെ നിന്ന് ഒന്നായിട്ട് അത് മുറ്റാണ്, ആൾക്കാർ നിസ്കരിക്കുന്ന വെള്ളിയാഴ്ച ശ്രദ്ധയപ്പെട്ടു എനിക്ക്. ഞാൻ വെള്ളിയാഴ്ച അല്ലാത്തപ്പോൾ പോയപ്പോൾ അവിടെ തബ്ലീഗ് സ്വാധീനമുള്ളതുകൊണ്ട് ഞാൻ അവിടെ ജമാഅത്തിന് ജുമയ്ക്കൊന്നും കൂടില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് മുകളിലേക്ക് കയറാനൊരു കോണിയൊന്നുമില്ല, അവിടെ കൈവരി കെട്ടിയ ഒരു ചെറിയ വരാന്തയാണുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഖത്തീബ് അവിടെ ഒരു തബ്ലീഗ് ജമാഅത്ത് അനുഭാവിയാണെങ്കിലും ഞാൻ അയാളെ വിളിച്ച് ഇത് പറഞ്ഞു കൊടുത്ത്. പിന്നെ ഒരിക്കൽ പോകുമ്പോണ്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രണ്ടിൽ കൈവരി കുറച്ച് പൊളിച്ചിട്ട് മുകളിലേക്കൊരു കയറാനുള്ള കോണി പോലെ സൗകര്യം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപകാരപ്പെട്ടു. അങ്ങനെ ശ്രദ്ധയപ്പെടുന്ന പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്, എന്നാലല്ലേ പറ്റുള്ളൂ. പറഞ്ഞു കൊടുത്താൽ ജനങ്ങൾ അത് ചെയ്യുകയും ചെയ്യും. കാരണം ജനങ്ങളുടെ നിസ്കാരം പാത്തിലാന്ന് അവർക്ക് പേടിയുണ്ടാവുമല്ലോ. പിന്നെ അപ്പോൾ പോകാൻ സൗകര്യം വേണം എന്നർത്ഥം, ഇമാമിലേക്ക് പോകാൻ സൗകര്യം വേണം. പിന്നെ ഇസ്ബിറാറ് ഇന്നിത്താഫില്ലാതെ ഒബിമാ തഖററ ഉലിമ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുറച്ചത് കൊണ്ട് അറിയപ്പെട്ടു സിഹത്തു സലാത്തിൽ വാഖിഫി അല അബി ഖുബൈസ്. ഇതാ ജബൽ അബി ഖുബൈസിൻ്റെ അവിടെ വരുന്നത് എന്ന് പറഞ്ഞത്. ബിമൻ ഫിൽ മസ്ജിദി, പള്ളിയിലുള്ള ഇമാമിനെ തുടരുക, മസ്ജിദുൽ ഹറാമിലുള്ള ഇമാമിനെ തുടരുക. ജബൽ അബി ഖുബൈസിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾ തുടർന്നാൽ ശരിയാവുമെന്ന് മനസ്സിലായി. ഓഹോ മാ നസ്സ അലൈഹി അല്ലെ മാ നുസ്സ അലൈഹി. നസ്സ എന്ന് വെച്ചാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവാണല്ലോ നസ്സിൻ്റെ ആൾ. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നസ്സാക്കി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശരിയാവും എന്നുള്ളത്. പിന്നെ അപ്പോൾ ഇത് എങ്ങനെ അറിയപ്പെട്ടു എന്ന്, അവിടെ സാധാരണ മറ ഉണ്ടാകാറില്ല. അത് തന്നെ ഈ പറഞ്ഞ പോകുന്നതിനും കാണുന്നതിനും തടസ്സമാകുന്ന മറ അവിടെ ഇല്ല. ഏത് അക്കാലത്തില്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കാലത്തില്ല എന്നർത്ഥം. ഇപ്പോഴാണെങ്കിൽ അവിടെ വലിയ സഫ മറുവൻ്റെ ആ ഭാഗത്താണല്ലോ ജബൽ അബി ഖൈസ് ഉള്ളത്. ഈ സഫ എന്ന് പറഞ്ഞത് ജബൽ അബി ഖുബൈസിൻ്റെ അറ്റമാണെന്നാണ്. അപ്പം അതിൻ്റെ ഇപ്പോൾ സഫൻ്റെയും ഈ അബി ഖുബൈസിൻ്റെ ഇടയിലൂടെ ഇപ്പോൾ നടക്കാൻ വഴിയൊക്കെ ഉണ്ട്. അതൊക്കെ പണ്ട് മലയായിരുന്നു, അതെല്ലാം ഇടിച്ചു പോയതാണ്, എന്നിട്ട് വഴിയാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളിനെ പണ്ട് മറയില്ലാത്ത രീതിയിൽ കാണാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സുയ്യാവും എന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്താകണം, പിന്നെ സൊഫ് ബാക്കിലോട്ട് വരണം, എന്നാൽ പറ്റും, ഇല്ലേ പറ്റൂല. പിന്നെ ഓഹുമാനുസ്സ അലൈഹി. ഇപ്പോൾ ജബൽ അബി ഖുബൈസിൻ്റെ മുകളിൽ രാജാക്കന്മാരൊക്കെ വന്നാൽ അവരുടെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത്. പിന്നെ ഓഹുമാനുസ്സ അലൈഹി വനസ്സു അല അദിമി സിഹത്തി. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ തന്നെ നസ്സ് അങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്നൊരു നസ്സുണ്ട്. അത് മഹ്മൂലുൻ അലൽ ബുഅദി. അത് ജബൽ അബി ഖുബൈസ് എന്ന് പറഞ്ഞാൽ വലുതല്ലേ, അപ്പോൾ അത് 300 മുഴത്തിൽ അധികം ദൂരമുള്ളിടത്താണ് എന്ന് വെക്കണം. കാരണം മറല്ലെങ്കിൽ 300 മുഴം ഷർത്താണെന്ന് പറഞ്ഞല്ലോ, അതിനേക്കാൾ അപ്പുറത്താവുമ്പോൾ ശരിയാവില്ല എന്നാണ്. ഔ അലാമ ഇതാ ഹദസത്ത് അഭിനീയത്തുൻ, അല്ലെങ്കിൽ അതാ
കണ്ടോ, എടുപ്പുകൾ എന്താണ്, കെട്ടിടങ്ങൾ പുതുതായ സ്ഥലത്താണ് അത് പറ്റൂല എന്ന് പറഞ്ഞത്. ഇപ്പം അങ്ങനെ പുതുതായിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ നസ്സനുസരിച്ച് പറ്റൂല. ബഹൈസു ലായസിലു ഇല ബിനായിൽ ഇമാമി, ഏതവസ്ഥയിൽ അഭിനീയത്തെ ഹാദിസായി ഇമാമിൻ്റെ ബിനായിലേക്ക് എത്തൂല. ലൗ തവജ്ജ ഇലൈഹി, അങ്ങോട്ട് പോയാൽ, ആ ബിനായിലേക്ക് മൗമൂമ് പോയാൽ, പിന്നെ മിൻ ജിഹത്തി അമാമിഹി, എങ്ങനെ പോയി, അവൻ്റെ മുൻഭാഗത്തിലൂടെ പോയി എന്ന്, അല്ലെ മിൻ ജിഹത്തി ഇമാമിഹി എന്നും വായിക്കാം. പിന്നെ ഗർദി അവിടെ എന്താണ് ബി ഫത്തിഹിൽ ഹംസത്തിയായി ഖുദ്ദാമഹു എന്ന് ശറഹ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, മുന്നോട്ട് പോയാൽ തവജ്ജഹ മിൻ ജിഹത്തി അമാമിഹി എന്നാണ്. ഇമാമിലേക്ക് പോയി അങ്ങനെ മുന്നോട്ട് പോയാൽ, പിന്നെ അല്ലെങ്കിൽ ഇമാമിൻ്റെ ജിഹത്ത് മുൻഭാഗം തന്നെയാണല്ലോ, ആ ജിഹത്തിലൂടെ ആ ഇമാമിലേക്ക് പോയാൽ എങ്ങനെയല്ലാതെ എത്തൂല, ഇല്ല ബിസ്വിറാരിൻ ഔ ഇൻഇതാഫിൻ, ഇസ്വിറാർ ഇന്നിത്താഫോട് കൂടെ അല്ലാതെ എത്തൂല. തെറ്റിത്തിരിയുക എന്നാണ് അതിന് പറയുക. അവിടെ ബിസ്വിറാരിൻ വൻ ഇത്താഫിൻ എന്നല്ല, ഇവിടെ ഔ എന്നാണ് നുസ്ഖയിലുള്ളത് അല്ലേ. അത്തുബ് തഫ്സീറാവുമ്പോൾ വാവല്ലേ വേണ്ടത്. പിന്നെ വളവും തിരിവും എന്നാണ് ഏത് ഇസ്വിറാർ, വളവോ തിരിവോ ഇല്ലാതെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിന്നെ ബിയാൻ യക്കൂന ബിഹൈസുൽ ഇമാം, ഈ ഇസ്വിറാറിൻ നിത്താഫ് ഇല്ലാതെ എന്ന് പറഞ്ഞതിന് പിന്നെ അതിന് വിശദീകരണം തസ്വീർ പറയുന്നത്, ഇമാമിലേക്ക് പോയാൽ അവനാകും മിമുസല്ലാഹു, ഇവൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇമാമിലേക്ക് പോയാൽ ലായൽ തഫിത്വൻ ജിഹത്തിൽ ഖിബിലത്തി, ബിയാൻ യക്കൂന ലായൽ തഫിത്വൻ ജിഹത്തിൽ ഖിബിലത്തി എന്നാ, ഖിബിലയുടെ ജിഹത്തിനെ തൊട്ട് തിരിയാത്തവനാകും. തിരിയാത്തവനാകുമ്പോൾ എന്താണ്, ഇസ്വിറാർ ഇന്നിത്താഫ് ഇല്ലാതെ എന്നാ. പിന്നെ അപ്പം അതങ്ങനെ ഖിബിലൻ്റെ ജിഹത്തിനെ തൊട്ട് ഇൽത്തിഫാത്ത് ഇല്ലാതെ എന്ന്. എങ്ങനെ ഇൽത്തിഫാത്ത് എന്ന് വരുന്നത്, ആ എൽത്തഫിത്തു എന്നുള്ളതിന് എന്താണ് സൂറത്താണ് പിന്നെ പറയുന്നത്, ബിഹൈസു യബ്ഖാ ലഹ്റുഹു ഇലൈഹ, കണ്ട അവൻ്റെ മുതുക് പിൻഭാഗം ഖിബിലയിലേക്ക് ശേഷിക്കുന്ന രീതിയിലുള്ള ഇൽത്തിഫാത്ത്. ആ ഇൽത്തിഫാത്ത് ഇല്ലാത്ത നിലയിൽ എന്താണ് ആകുക. അങ്ങനെ ഇല്ലാത്ത നിലയിലാകുമ്പോൾ അവിടെ എന്തില്ല, ഇസ്വിറാറും ഇന്നിത്താഫും ഇല്ല. ആ രീതിയിലല്ലാതെ എത്തൂല. ആ ഇസ്വിറാർ ഇന്നിത്താഫ് ഇല്ലാതെ എന്നുള്ളതിനാണ് ഇല്ല ബിസ്വിറാർ, അതിനാണ് ബിയാൻ യക്കൂന ബിഹൈസുലഹബ, അതില്ലാത്തതിനാ ലാ എൽത്തഫിത്തു അഞ്ചിഹത്തിൽ ഖിബില, ഖിബിലയെ തൊട്ട് ഇൽത്തിഫാത്ത് ആകാതിരിക്കുക, അതാണ് ഇസ്വിറാർ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഇസ്വിറാറോടുകൂടെ എത്തുള്ളൂ, എന്നാൽ പറ്റൂല, അതാ പറയുന്നത്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇസ്വിറാർ ഇന്നിത്താഫിന് ഇവിടെ എന്താണ് വിശദീകരണം പറഞ്ഞു, ബിഹൈസു യബ്ഖാ ലഹ്റുഹു ഇലൈഹ. അപ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ എന്താണ് തിരിയേണ്ടി വന്നാൽ കുഴപ്പമില്ല എന്ന് മനസ്സിലായി. കൊൽത്തു. ഇനി അവിടെ 4 രൂപം കഴിഞ്ഞു. അതായത് ഇജ്തിമാഉ വേണം, എന്താണ് മഹല്ലും വാഹിദിൽ എന്ന് പറഞ്ഞ ഷർത്തിൻ്റെ വിശദീകരണമാണല്ലോ അപ്പോൾ ഇതുവരെ പറഞ്ഞത്. അതെന്തായി കഴിഞ്ഞ്. ഇനി കൊൽത്തു യുക്റഹു ഇർത്തിഫാഉൽ ഇമാമി അല ഇമാമിഹി, ഇർത്തിഫാഉൽ മൗമൂമി ഉയർന്നു നിൽക്കൽ, ഉയർന്ന സ്ഥലത്ത് നിൽക്കൽ കറാത്താണ്. അല ഇമാമിഹി, ഇമാമിനേക്കാൾ ഉയർന്ന സ്ഥലത്ത് നിൽക്കൽ കറാത്താണ്. ഇത് അംകന വുഖൂഫുഹുമ ബി മുസ്തവിൻ, അപ്പോൾ രണ്ടാൾക്ക് നിൽക്കൽ സൗകര്യമായാൽ നിരന്ന സ്ഥലത്ത്, രണ്ടാളും കൂടി നിരന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം സമമായ സ്ഥലം, ഇമാമ് നിൽക്കുന്ന സ്ഥലവും മൗമൂമ് നിൽക്കുന്ന സ്ഥലവും ഒരേ ഉയരത്തിലാണ്. അങ്ങനെ പറ്റുമെങ്കിൽ മൗമൂമ് ഇമാമിനേക്കാൾ ഉയർന്നു നിൽക്കൽ കറാത്താണ്. വാക്സുഹു, അതിൻ്റെ അക്സും കറാത്താണ്. അതായത് ഇമാമ് ഉയർന്നു നിൽക്കുക, അതും കറാത്താണ്. വൈങ്കാനാവിൽ മസ്ജിദ്, പള്ളീൻ്റെ ഉള്ളിലാണെങ്കിലും. അപ്പോൾ എന്താണ് രണ്ടാമത്തെ നിലയിൽ നിൽക്കൽ കറാത്താന്നായി. പിന്നെ കമാൻ ഉസ്സ അലൈഹി, അതിൻ്റെ മേലെ കമാൻ അസ്സ അലൈഹി, അതിൻ്റെ മേലിൽ നസ്സുണ്ട്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, കറാത്താണെന്നുള്ള. വമിൻ സമ്മ അത്ലഖഹു ശൈഖാനി, ഈ പിന്നെ പള്ളിയിലാണെങ്കിലും എന്നാണ് കറാത്ത് എന്ന് നസ്സുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വമിൻ സമ്മ എന്ന് പറഞ്ഞാൽ പള്ളിയിലാണെങ്കിലും ഈ ഇർത്തിഫാ കറാത്താണ് എന്ന് നസ്സുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അത്ലഖഹു ശൈഖാനി, ആ കറാഹത്തിനെ ഇത്ലാഖാക്കി ശൈഖാനി. ആര്, നവീമാമു റാഫിമാമു എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ യുക്റഹു ഇർത്തിഫാഉൽ മൗമൂമി അല ഇമാമിഹി വാക്സുഹു എന്നല്ല പറഞ്ഞുള്ളൂ, പള്ളി അല്ലാത്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല. കല്ല സ്വഹാബി, അസ്വഹാബ് അങ്ങനെ ഇത്ലാഖാക്കി.
വലം യൻദുറു ഇലാ നസ്സിഹിൽ ആഖരി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മറ്റൊരു നസ്സിലേക്ക് അവർ നോക്കിയില്ല. ആ നസ് എന്താ? ബിഖിലാഫിഹി, ആ ഇത്ലാഖിന് എതിരുള്ള എന്താണ്, അല്ലെങ്കിൽ ബിഖിലാഫിഹി ആ ഒന്നാമത്തെ നസ്സിന് എതിരുള്ള ഒരു നസ്സിലേക്ക് നോക്കിയില്ല. ആ നസ്സിൽ എന്താ ഉള്ളത്? പള്ളിയിൽ ഖറാഅത്താവൂല എന്ന് പറഞ്ഞ്. പിന്നെ ലിഅന്നൽ മൽഹല, കാരണം അവർ ഈ മറ്റേ നസ്സിലേക്ക് നോക്കാതിരിക്കാൻ കാരണം ഒമിൻ സമ്മാന്ന് പറഞ്ഞു. ആ ഇത്ലാഖ് പിന്നെ ഇങ്ങനെ പള്ളിയിലാണെങ്കിലും ഖറാഅത്ത് എന്നുള്ളതുകൊണ്ട് പിന്നെ നസ്സുള്ളത് കൊണ്ട്. ലിഅന്നൽ മൽഹല അന്ന റാബിത്തൽ ഇത്തിബാഇ തഖ്തലി ഇസ്തിവാഅൽ മൗഖിഫി. അവർ ഇത്തിലാഖാക്കി മറ്റേ നസ്സിലേക്ക് നോക്കിയില്ല എന്ന് പറഞ്ഞു. ആ മറ്റേ നസ്സിലേക്ക് നോക്കാതിരുന്നതിന് ഇല്ലത്താണ് ലിഅന്നൽ മൽഹല എന്ന് പറയുന്നത്. പരിഗണന എന്താണ്? റാബിത്തൽ ഇത്തിബായ്, ഇമാമു മൗമൂമിൻ്റെ ഇടയിലുള്ള ഇത്തിബായിൻ്റെ റാബിത്ത, അതിൻ്റെ ബന്ധം എന്തിനെ തേടുന്നു? തഖ്തലി ഇസ്തിവാ അൽ മൗഖിഫി, നിൽക്കുന്ന സ്ഥലം രണ്ടാളുടെയും തുല്യമാകുക, ഒന്നൊന്നിനേക്കാൾ ഉയർന്നതാകാതിരിക്കുക താഴ്ന്നതാകാതിരിക്കുക എന്നതിനെ തേടുന്നു. വഹാദ ജാരിം ഫിൽ മസ്ജിദി വഗൈരിഹി, ഈ എന്താണ് തേട്ടം, ഹാദാന്ന് പറഞ്ഞാൽ തഖ്തലി എന്ന് പറഞ്ഞാൽ തേട്ടം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ മൽഹൽ, അത് എന്താണ് പള്ളിയിലും അല്ലാത്തതിലും നടക്കും. പള്ളിയിലും അല്ലാത്തതിലും ഒരുപോലെയാണെന്ന് അർത്ഥം. വഇൻദ ളുഹൂരി തകബ്ബുരിൻ ഫിൽ മുർത്തഫി വഅദ്മിഹി മിനൽ മുർത്തഫി വഅദ്മിഹി എന്ന പോലെ പള്ളിയിലാകുമ്പോഴും എന്ന പോലെ വഇൻദ ളുഹൂരി തകബ്ബുരിൻ, തകബ്ബുർ ലാഹിറാകുമ്പോഴും ഇല്ലാത്തപ്പോഴും, അത് എന്താണ് എന്തിൻ്റെ മേലെത്തുക? ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞില്ലേ, ജാരിം ഫിൽ മസ്ജിദി എന്നല്ല. പിന്നെ അതിനു മുമ്പ് ഒലോ ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞില്ലേ, വൈങ്കാന ഫിൽ മസ്ജിദി, അല്ല വഹാദ ജാരിൻ ഫിൽ മസ്ജിദി, അതിൻ്റെ മേലെത്തുക. അപ്പോൾ വഹാദ ജാരിൻ എന്ത ലുഹൂരി തക്കബുരും മിനൽ മുർത്തഫി, ഉയർന്നു നിൽക്കുന്ന ആളുടെ അടുക്കൽ നിന്നിട്ട് തക്കബുർ ലാഹിറാകട്ടെ, വാദിമിഹി ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ മുകളിൽ നിൽക്കുന്ന ആൾ ഞാൻ വലിയ ആളായതുകൊണ്ട് എന്നൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ എന്നർത്ഥം. അത് അയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ ലാഹിറാകുക. ഞാൻ താഴെ ഇറങ്ങി നിൽക്കൂല, അതെനിക്കൊരു മോശമാണെന്ന് തോന്നുക, അത് തന്നെ. പിന്നെ ഖിലാഫൻ ലിമൻ ലളറലി ദാലിക എന്ന് പറഞ്ഞാൽ അങ്ങനെ ലാഹിറായാലും ഇല്ലെങ്കിലും ഖറാഅത്താണ് എന്നർത്ഥം. പിന്നെ ഖിലാഫൻ ലിമൻ ലളറലി ദാലിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പള്ളിയിലാകുക അല്ലാതിരിക്കുക, അല്ലെ തക്കബ്ബുർ ലാഹിറാകുക അല്ലാതിരിക്കുക എന്നതിലേക്ക് നോക്കി, അല്ലെങ്കിൽ മറ്റേ നസ്സിലേക്ക് നോക്കി എന്നർത്ഥം അവർക്കെതിരായിട്ട്. വദാലിക്കലിൻ നെഹി അനിസാനി, ഇങ്ങനെ ഖറാഅത്ത് എന്ന് പറയാൻ കാരണം എന്താ? രണ്ടാമത്തേനെ തൊട്ട് നെഹി വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ അക്സ് എന്ന് പറഞ്ഞത്, അതായത് ആരാ ഉയർന്നു നിൽക്കുന്നത്? രണ്ടാമത്തതിൽ പിന്നെ ഇമാം ഉയർന്നു നിൽക്കുക. ഇമാം ഉയർന്നു നിൽക്കുന്നതിന് മുകളിൽ നിൽക്കുന്നത് അത് എന്താണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു മദായിലിൽ വെച്ചിട്ട് ഇമാമ് നിന്നപ്പോൾ ഒരു ഉയർന്ന സ്ഥലത്താണ് നിന്നത്. അപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖമീസ് പിടിച്ച് വലിച്ചിട്ട് പിന്നെ വലിച്ച് ഇറങ്ങിക്കാൻ വേണ്ടിയിട്ട്, അപ്പം നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ചോദിക്കുകയും ചെയ്ത്, ഇത് നെഹി ചെയ്തപ്പെട്ടതാണെന്ന് അറിയില്ലേ? അപ്പോൾ പറഞ്ഞ് അതെ, അതെനിക്ക് ഓർമ്മയായി, അപ്പോൾ എൻ്റെ കമ്മീസ് പിടിച്ച് വലിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ എന്താണ് ഇമാമ് മുകളിൽ നിൽക്കുന്നതിനെ തൊട്ട് നെഹി വന്നിട്ടുണ്ട്. റവാഹു അബൂദാവൂദ് വൽ ഹാക്കിമു ആ നെഹി അബൂദാവൂദും ഹാക്കിമും എന്ത് ചെയ്തിട്ടുണ്ട്? റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഖിയാസൻ ലിൽ അവ്വലി അലൈഹി, ഖിയാസാക്കിയതിന് വേണ്ടിയും. ലിന്നഹീൻ്റെ മേലെ എത്തുഫാണ് ഖിയാസൻ. അപ്പോൾ വദാലിക്ക ഖിയാസൻ, ഖിയാസാക്കിയതിന് വേണ്ടി. ലിൽ അവ്വലി ഒന്നാമത്തേന് എന്ന് പറഞ്ഞാൽ ഇമാം ഉയർന്നു നിൽക്കൽ പാടില്ല എന്നുള്ള നെഹി വന്നിട്ടുണ്ട്. അപ്പോൾ മഅ്മൂം ഉയർന്നു നിൽക്കൽ പാടില്ല എന്നുള്ള അതിൻ്റെ മേൽ ഖിയാസാക്കി. അലൈഹി എന്ന് പറഞ്ഞാൽ താനിൻ്റെ മേൽ ഖിയാസാക്കി. വലാഹിറുൻ അന്നൽ മദാറ അൽ ഇർത്തിഫാ യദ്ഹറു ഹിസ്സൻ, ഈ ഉയരുക എന്ന് പറഞ്ഞാൽ ഹിസ്സിൽ ലാഹിറാകുന്നൊരു ഇർത്തിഫാ, വൈൻ കല്ല, അത് കലീലാണെങ്കിലും. അപ്പോൾ ഇമാമും മഅ്മൂമും എന്താണ് ഇങ്ങനെ ഉയർന്നെടുത്ത് താഴത്ത് നിൽക്കുക എന്ന് പറഞ്ഞാലേ നോക്കിയാൽ എന്താണ് ഒരു മുകൾ ഭാഗം താഴ്ഭാഗം എന്ന നിലയ്ക്കൊരു വേർതിരിവ് കാണാൻ പറ്റിയ രീതിയിലാവുമ്പോഴാണ് എന്നർത്ഥം. പിന്നെ അല്ലാത്ത രീതിയിലുള്ളൊരു ചെറിയ എന്താണ് ഉയർച്ചയും താഴ്ചയാണെങ്കിൽ കുഴപ്പമില്ല. സുമ്മറായിത്വാനി ഷെയ്ഖ് അബി ഹാമിദ്, ഷെയ്ഖ് അബൂ ഹാമിദ് അൽ ഇസ്ഫറായിനി റഹിമഹുല്ലാഹ് അന്ന ഖില്ലത്തൽ ഇർത്തിഫാഇ
ലാത്തു അസ്സിറു. ഇർത്തിഫാഴ് കലീലാണെങ്കിൽ സ്വാധീനം ഇല്ല, ഖറാത്താവൂല എന്ന് പറഞ്ഞത് ഞാൻ കണ്ടു. അപ്പോൾ ആ കില്ലത്ത് എന്ന് പറഞ്ഞത് ഏത് കില്ലത്ത് എന്ന് ഹിസ്സിൽ ലാഹിറാകാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ എമ്പകി ഹംലുഹു, ആ ഷെയ്ഖ് അബൂ ഹാമിദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് അതിനെ ഹംലി ചെയ്യേണ്ടതാണ്. എന്തിൻ്റെ മേലെ ഹംലി ചെയ്യേണ്ടതാണ്? അലാമാതക്കർത്തുഹു, ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറഞ്ഞ ഇർത്തിഫാഴ് എന്ന് പറഞ്ഞാൽ ഹിസ്സിൽ ലാഹിറാകാത്തത് എന്നാണ്. ഇല്ലാലി ഹാജത്തിൻ തതഅല്ലഖു ബിസ്സലാത്തി, പിന്നെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ഖറാത്താണ്. എങ്ങനത്തെ ആവശ്യം? നിസ്കാരവുമായി ബന്ധിക്കുന്ന ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ഖറാത്ത്. അപ്പോൾ അങ്ങനത്തെ ആവശ്യം ഉണ്ടെങ്കിൽ ഖറാത്തില്ല എന്നർത്ഥം. ഏതുപോലൊക്കെ തബ്ലീഗ് ശബ്ദം, ഇമാമിൻ്റെ ശബ്ദ ഇന്തിഖാലാത്തുകൾ മൗമൂമിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ ഉയർന്നെന്നെങ്കിലേ പറ്റുള്ളൂ. തവക്കുഫായിട്ടുണ്ട്, ആശ്രയിച്ചിട്ടുണ്ട്. ഇസ്മാഉൽ മൗമൂമീന, മൗമൂമിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളത് ആശ്രയിക്കും. എന്തിൻ്റെ മേലെ? അലൈഹി, ഇർത്തിഫായിൻ്റെ മേലെ ആശ്രയിക്കും. പിന്നെ അല്ല, ആ തബ്ലീഗിൻ്റെ മേലെ ആശ്രയിക്കും. അങ്ങനത്തെ തബ്ലീഗ്, മൗമൂമിങ്ങൾക്ക് ശബ്ദം എത്തണമെങ്കിൽ തബ്ലീഗ് ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. ആ തബ്ലീഗിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇയാൾ ഉയർന്നു നിന്നത് എന്നർത്ഥം. പിന്നെ ഒക്കെ താലീമിഹിം സിഫത്തസ്സലാത്തി എന്ന പോലെ മൗമൂമിങ്ങളെ പഠിപ്പിക്കും പോലെ, നിസ്കാരത്തിൻ്റെ സിഫത്ത് പഠിപ്പിക്കും പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ നിന്നിട്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തല്ലോ, അതുപോലെ. പിന്നെ അപ്പോൾ ഇവർ സഹാബത്ത് തുറന്ന് നിസ്കരിക്കുകയും ചെയ്തു. റുക്കൂ സുജൂദിനൊക്കെ പിന്നോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കയറി, അങ്ങനെ ഉണ്ടായി എന്ന പോലെ. ഫയുസ്തഹബ്ബു, അപ്പോൾ ഹാജത്തിന് വേണ്ടിയാണ്, ഖറാത്തില്ല എന്നാണ് ഇല്ലാലി ഹാജത്തിന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഖറാത്തില്ല എന്ന് മാത്രമല്ല, ഫയുസ്തഹബ്ബുൽ ഇർത്തിഫാഉ, ഇങ്ങനത്തെ സമയമാകുമ്പോൾ ആവശ്യം, നിസ്കാരവുമായി ബന്ധിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ സുന്നത്താണ്. ലിമാഫി മസ്ലഹത്ത് സലാത്തി, കാരണം എന്താ? ആ ഇർത്തിഫായിൽ ഉള്ള ഒന്നിന് വേണ്ടി. പിന്നെ എന്താണ് ഉള്ളത്? മസ്ലഹത്ത് സലാത്ത്, സലാത്തിൻ്റെ നന്മ, അതിനാൽ അതിൽ ആ ഇർത്തിഫായിലുള്ള ഒന്നിന് വേണ്ടി സുന്നത്താണ്. അപ്പോൾ നിസ്കാരവുമായി ബന്ധിക്കുന്ന ഹാജത്ത് എന്ന് പറയുന്നത്, അപ്പോൾ നിസ്കാരവുമായി ബന്ധിക്കാത്ത ഹാജത്താണെങ്കിലോ അതാ വൈല്ലം തത്താലക്ക് ബിഹ, അപ്പോൾ ആ ഹാജത്ത് ബന്ധിക്കുന്നില്ലെങ്കിൽ, ബിഹ നിസ്കാരവുമായി ബന്ധിക്കുന്നില്ലെങ്കിൽ, വലം യജിദ് ഇല്ല മൗലിയൻ ആലിയൻ, എന്നിട്ട് ഈ മൗമൂമ് എത്തിച്ചിട്ടില്ല ഉയർന്ന സ്ഥലമല്ലാതെ, എങ്കിൽ ഉബീഹ, അത് മുബാഹാണ് എന്ന് പറഞ്ഞാൽ ഖറാത്തുല്ല സുന്നത്തുല്ല എന്നർത്ഥം. അപ്പോൾ പള്ളി താഴത്തെ നില നിറഞ്ഞു, ഇനി രണ്ടാമത്തെ നിലയിലേ സ്ഥലമുള്ളൂ, അപ്പോൾ അവിടെ പോയി നിൽക്കൽ മുബാഹാണ്. താഴത്തെ നില നിറയാതെ മുകളിൽ പോയി നിൽക്കലോ അത് ഖറാത്താണ്. പിന്നെ വഫിൽ കിഫായ അനിൽ ഖാലി, കിഫായൽ ഖാലി ഹുസൈൻ റഹിമഹുല്ലാഹ് തൊട്ട് നക്കൽ ചെയ്തിട്ടുണ്ട്. എന്തിന്? അന്നഹു ഇദാ അറാദ ലാബുദ്ദ മിൻ ഇർതിഫാഇ അഹദിഹിമ ഫല്യകുൻ അൽ ഇമാമ. അപ്പോൾ ഇതാക്കാന ആയാൽ ലാബുദ്ദ മിൻ ഇർതിഫാഇ അഹദിഹിമ, ഇമാമും മാമൂമും രണ്ടാളിലൊരാൾ ഉയർന്ന് നിന്നേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണ് അവസ്ഥ. എന്നാലോ ആരാ ഉയർന്നു നിൽക്കേണ്ട? ഫല്യക്കുനിൽ ഇമാമ, ആ ഉയർന്നു നിൽക്കുന്നവൻ, ആ ഒരാൾ ആകട്ടെ എന്നാ. ഫല്യക്കുന, ഒരാളാകട്ടെ, അല്ല ഇമാമ, ഇമാമാകട്ടെ, അത് ഇമാമ ഉയർന്നു നിൽക്കട്ടെ. അപ്പം അതിനൊരു എഴുത്തറാൾ, ഇമാമ ഉയർന്നു നിൽക്കാൻ പാടില്ല എന്നല്ലേ നെഹി ഉള്ളത്, മൗമൂം ഉയർന്നു നിൽക്കാൻ പാടില്ല എന്നുള്ളത് നെഹി വന്നിട്ടില്ലല്ലോ, അത് ഖിയാസല്ലേ. അപ്പോൾ മൗമൂം ഉയർന്നു നിൽക്കണം എന്നല്ലേ പറയേണ്ടത്, അതാ വഴുത്തിരില്ല. ഇമാം ഉയർന്നു നിൽക്കണം എന്ന് പറഞ്ഞതിന് എഴുത്തറാൾ വന്നിട്ടുണ്ട്. ബി അന്നഹു മഹല്ലു നെഹി, ആ ഇമാം ഉയർന്നു നിൽക്കുക എന്നുള്ളത് നെഹീൻ്റെ മഹല്ലാണ്. ഫല്യക്കുനിൽ മൗമൂമ, അതുകൊണ്ട് മൗമൂമാകട്ടെ ആ ഒരാൾ. ലി അന്നഹു മഖീസുൻ, കാരണം മൗമൂമ് മഖീസാണ്. അപ്പോൾ എന്താണ്? പിന്നെ മറ്റേത് നെസ്സല്ലേ നെഹി, ഇത് ഖിയാസുമാണ്. അപ്പോൾ നെസ്സുകൊണ്ട് സ്ഥിരപ്പെട്ട നെഹി, അതിനെ മുന്തിക്കണ്ടേ എന്നർത്ഥം. ഇജാബിന് മറുപടി പറഞ്ഞു, ബി അന്ന ഇല്ലത്തൻ നെഹി, ആ നെഹീൻ്റെ, അതായത് ഇമാം ഉയർന്നു നിൽക്കരുത് എന്ന് പറഞ്ഞ നെഹീൻ്റെ ഇല്ലത്ത് മുഖാലഫത്തിൽ അദബി, ആ നെഹീൻ്റെ ഇല്ലത്ത് അദബിന് എതിരായി എന്നതിനാലുള്ള ഇല്ലത്ത്. മഅൽ മത്ബൂ, ആരോടുള്ള അദബ്? മത്ബൂഴിനോടുള്ള അദബ്. അതമ്മു, ആ ഇല്ലത്ത് പൂർണ്ണമാണ് ഫിൽ മഖീസി, മഖീസിൽ. അതായത് ഉയർന്ന് നിൽക്കുക താഴ്ന്നു നിൽക്കുക എന്ന് പറഞ്ഞത്, പിന്നെ മത്ബൂആയ ആൾ ഇമാമിനോട് തുല്യമായി നിൽക്കുക എന്നുള്ളതാണ് അദബ്, അതിനേക്കാൾ ഉയരാതിരിക്കുക. പിന്നെ അതാണ് നെഹീൻ്റെ ഇല്ലത്ത്. അപ്പം ഇത് എവിടെ പൂർണ്ണമായത്? അത് മഖീസായ മൗമൂമിലാണ്. അപ്പോൾ ഇമാം ഉയർന്നു നിൽക്കട്ടെ. ഫക്കാന ഈസാറുൽ ഇമാമി ബില്ലുലുബി ഔല, അപ്പം ഇല്ലത്തുള്ള നോക്കുമ്പോൾ അങ്ങനെ കണ്ടോ, ഇമാമിനെ തിരഞ്ഞെടുക്കുക, ഉയർന്നു നിൽക്കാൻ ഇമാമിനെ തിരഞ്ഞെടുക്കൽ ഔലയാണ്.
ഇനി വലായക്കോമു മുരീദുൽ ഖുദ്വത്ത്, ഇനി എല്ലാവരും എഴുന്നേക്കേണ്ടത് എപ്പോഴാണ്? ആര്? പിന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോഴേ എല്ലാവരും എഴുന്നേക്കണ്ടേ? അവരെഴുന്നേക്കേണ്ടത് എപ്പോഴാണെന്ന് പറയുന്നത്. വലായക്കോമു മുരീദുൽ ഖുദ്വത്തി, ഖുദ്വത്ത് ഉദ്ദേശിക്കുന്നവരെ എഴുന്നേൽക്കരുത്. വലവു ഷെയ്ഖൻ, അത് വളരെ പ്രായമായ ആളാണെങ്കിലും വയസ്സനാണെങ്കിലും എഴുന്നേൽക്കരുത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെറുപ്പക്കാരെ പോലെ കുട്ടികളെ പോലെ ഓടി എഴുന്നേറ്റ് പോയിട്ട് സൊഫയിൽ നിൽക്കാൻ കഴിയുമല്ലോ, സാവധാനമല്ലേ എഴുന്നേറ്റ് വരാൻ കഴിയുള്ളൂ. അതിൽ ആയുസന്നുലു, എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൽ സുന്നത്തില്ല എന്നല്ല. ആയുസന്നുലുഹു ഖിയാമുൻ, എഴുന്നേറ്റാലോ എഴുന്നേറ്റാൽ ഖിലാഫ് സുന്നത്താവും അല്ലേ. സുന്നത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്താലോ സുന്നത്തിനെതിരാവൂലേ. സുന്നത്ത് ലായക്കോമെന്ന് എഴുന്നേക്കാതിരിക്കൽ സുന്നത്താണ് എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഖിലാഫ് സുന്നത്തും വരൂല. പിന്നെ അപ്പം കഴിഞ്ഞതിന് ശേഷം എഴുന്നേക്കലാണ് സുന്നത്ത് എന്ന് വന്നു അല്ലേ. ഇതിനു മുമ്പ് എഴുന്നേക്കൽ സുന്നത്തില്ല എന്ന് പറയുമ്പോൾ ഇമാമ് ഇഖാമത്ത് കൊടുത്ത് തീർന്നതിന് ശേഷം ഫാരിഗാകുന്നത് വരെ എഴുന്നേക്കൽ സുന്നത്തില്ല എന്ന് പറയുമ്പോൾ അതിന് ശേഷം എഴുന്നേക്കൽ സുന്നത്താണ്. അതിന് മുമ്പ് എഴുന്നേക്കലോ അപ്പോൾ ഖിലാഫ് സുന്നത്താവും. അങ്ങനെ തന്നെ. അതെ. അതിലായുസന്നു ലോഹോ ഖിയാമൻ, അത് എഴുന്നേക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഇൻകാന ജാലിസൻ, അവൻ ഇരിക്കുന്നവനാണെങ്കിൽ എല്ലാവരും ഇരിക്കണമെന്ന് പറഞ്ഞല്ലോ. ഔ ജുലൂസുൻ, അല്ലെങ്കിൽ ഇരിക്കൽ സുന്നത്തില്ല. ഇൻകാന മുൽത്തജ, ഇവൻ കിടക്കുക വള്ളിയിൽ, അപ്പോൾ ഇഖാമത്തിൻ്റെ നേരാ, അപ്പോൾ എഴുന്നേറ്റിരിക്കുക. ഇരുന്ന് നിസ്കരിക്കാൻ വിചാരിച്ച ആളുമാണ്, അപ്പോൾ എഴുന്നേറ്റിരിക്കൽ. പിന്നെ തവജ്ജുഹുൻ, ഇനി കിടക്കുന്ന ആളുമല്ല പിന്നെ ഇരിക്കുന്ന ആളുമല്ല കിടക്കുന്ന ആളുമല്ല, എന്നാലും നിൽക്കുന്ന ആളാണ്. എന്നാലോ അതാവ തവജ്ജുഹുൻ ഇന്ന അറാദ യുസല്ലി അലൽ ഹാലത്തിലെത്തി ഹുവ അലയ്യ, ഒന്ന് ഇയാൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയാണ്, അയാൾ ഇരുന്ന് തന്നെ നിസ്കരിക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ കിടന്ന് തന്നെ നിസ്കരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇഖാമത്ത് കൊടുക്കുന്ന അതേ അവസ്ഥയിൽ, അപ്പോൾ ഇവൻ ഏതവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ നിസ്കരിക്കാൻ വിചാരിച്ചാൽ തവജ്ജുഹ് സുന്നത്തില്ല എന്നാ. തവജ്ജുഹ് എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിലേക്ക് ശ്രദ്ധ മാറ്റുക. ഇപ്പം വേറെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അത് വിട്ടിട്ട് എന്താണ് ഇവൻ്റെ ആ ഇരുത്തം നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഇരുത്താക്കുക, ആ കിടത്തം നിസ്കരിക്കാൻ വേണ്ടിയുള്ള കിടത്താക്കുക, ആ നൃത്തം നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഉണ്ടല്ലോ, അതാ തവജ്ജുഹ് എന്ന് പറഞ്ഞത്. അത് സുന്നത്തില്ല. ഏതുവരെ? ഹത്താ യഫ്റുഹൽ മുഅദ്ദിനു, ഇഖാമത്ത് കൊടുക്കുന്ന ആൾ ഫാരിഗാകുന്നവരെ. ഇഖാമത്തിൽ നിന്ന്, അതാ മിനൽ ഇഖാമത്തിൽ നിന്ന് മുഅദ്ദിൻ ഫാരിഗാകുന്നവരെ. മുഅദ്ദിന് ഫാരിഗാകുക എന്ന് പറഞ്ഞാൽ മുഅദ്ദിന് വാങ്ങ് കൊടുക്കുന്ന ആളല്ലേ, അയാൾ ഇഖാമത്ത് നിന്ന് ഫാരിഗാകുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം യാനി അൽ മുഖീമ, മുഅദ്ദിനുകൊണ്ട് ഉദ്ദേശം ഇഖാമത്ത് കൊടുക്കുന്ന ആൾ. വലവിൽ ഇമാമ, ചിലപ്പോൾ ഇമാമ തന്നെ എന്താണ് ഇഖാമത്ത് കൊടുത്തുനിന്ന് വരും. എന്നാൽ അയാളും ഈ മുഅദ്ദിന് എന്ന് പറഞ്ഞാൽ അവരെല്ലാം പെട്ടുന്ന്. അപ്പോൾ ഈസാറുഹുലിൽ ഗാലിബ, അപ്പോൾ മുസന്നിഫ് മുഅദ്ദിന് എന്ന് പറഞ്ഞത് ഗാലിബിനാണ്. ഫഹസ്ബു, ഗാലിബിന് വേണ്ടി മാത്രമാണ്, ഇത്രാസിനല്ല. ആരാണോ ഇഖാമത്ത് കൊടുക്കുന്നത് അയാൾ, അതാണ് ഉദ്ദേശം, ഈ മുഅദ്ദിനുകൊണ്ട് ഉദ്ദേശം. അത് നേരത്തെ പങ്കുകൊടുത്ത ആളാകാം, അതല്ലാതെ വേറൊരാളാകാം, അല്ലെങ്കിൽ ആ ഇമാമാകാം. പിന്നെ മിനൽ ഇഖാമത്തി ജമീഅഹ, ഇഖാമത്ത് പൂർണ്ണമായും വിരമിക്കുന്നവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് തീർന്നതിന് ശേഷം എഴുന്നേൽക്കുക, അങ്ങനെ വേണ്ടത്. അല്ലാതെ എഴുന്നേറ്റ് എല്ലാവരും കൂടി നിന്നിട്ട് എന്ത് ചെയ്യുക, ആ ഇഖാമത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പിന്നെ ഖാമത്തു സ്വലാത്ത് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുക, അതൊന്നും അല്ല വേണ്ടത്. ലിഅന്നഹു വഖ്തു ദുഖൂലി ഫി സ്വലാത്ത്, കാരണം എന്താ, അതാണ് നിസ്കാരത്തിൽ കടക്കാനുള്ള സമയം. അപ്പോൾ ഇമാമും അപ്പോൾ തന്നെയാണ് എഴുന്നേൽക്കേണ്ടത് അല്ലേ. അല്ല, ഇവിടെ മുരീദുൽ ഖുദ്വത്തി എന്ന് പറഞ്ഞല്ലോ അല്ലേ, മുരീദുൽ ഖുദ്വത്തി, ഇത് മഅ്മൂം എഴുന്നേൽക്കുന്നതാണ്. പിന്നെ യാനി അൽ ലിഅന്നഹു വഖ്തു ദുഖൂലി ഫി സ്വലാത്ത് വഹുവ ഖബ്ലഹു മശ്ഗൂലും ബിൽ ഇജാബത്തി, അതിന് മുമ്പ് വരെ എന്ത് ചെയ്യണം, ഈ മുരീദുൽ ഖുദ്വത്ത് തുടരാൻ വിചാരിച്ച ആൾ, അയാൾ ഇതിന് മുമ്പ്, ഈ സമയത്തിന് മുമ്പ് മശ്ഗൂലും ബിൽ ഇജാബത്തി, ആ ഇഖാമത്തിന് ഈ ജവാബ് പറയുന്ന ഷുഗുലാണ്. അപ്പോൾ എഴുന്നേൽക്കുന്ന നേരമല്ല എന്നർത്ഥം. അപ്പോൾ ഇഖാമത്ത് കൊടുക്കുമ്പോൾ അതിന് ജവാബ് പറഞ്ഞുകൊണ്ടിരിക്കുക വേണ്ടത്. അധികം ആൾക്കാർ ഇഖാമത്തിന് ജവാബ് ആദ്യം മുതൽ പറയില്ല, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുമ്മ റബ്ബ ദഅവത്തി തമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി പറയൽ സുന്നത്തില്ല എന്ന് ഫുഖഹ പറഞ്ഞിട്ടുണ്ട്. സലാത്തിയല്ല സുന്നത്തിൻ്റെ, അത് ചെല്ലേ ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു ജാതി കഥയാണ്. പിന്നെ അപ്പോൾ അതിന് മുമ്പ് ഇഖാമത്ത് കൊടുക്കണം, അല്ല ഇജാബത്ത് ചെല്ലണം. വലായുനാഫി അൽ ഖബറു സഹീഹ്, അപ്പോൾ ഈ പറഞ്ഞതിനെതിരല്ല സ്വഹിയായ ഹദീസ്. എന്ത്, ഇദാ ഉഖീമത്തി സ്വലാത്തു ഫലാ തഖൂമു ഹത്താ തറൗനി, ഇഖാമത്ത് കൊടുത്ത് തീരുന്ന ഉടനെ എഴുന്നേൽക്കണമെന്നല്ലേ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഈ ഹദീസിലുള്ളതോ, ഇഖാമത്ത് കൊടുത്താൽ, അതായത് ഇഖാമത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കരുത്,
ഹത്താ തറവനി എന്നെ കാണുന്നത് വരെ അത് ഹർജുത്തു ഞാൻ ആ ഇമാമത്തിൻ്റെ സ്ഥലം ഉണ്ടല്ലോ അവിടത്തേക്ക് വന്ന് നിൽക്കുന്നത് നിങ്ങൾ എന്നെ കാണുന്നവരെ. അപ്പം ഞാനവിടെ വന്ന് ഇന്നലെ നിങ്ങൾ എഴുന്നേക്കാവുന്ന അപ്പോൾ കുറച്ച് കഴിയൂലേ എന്നാണ് അതിൻ്റെ ലാഹിർ അല്ല. കാരണം എന്താ ഇത് എതിരല്ല എന്ന് പറയാൻ കാരണം ഈ അന്നൂ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റുജു അഖിബൽ ഇഖാമത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്തിൻ്റെ ഉടനെയാണ് എന്ത് ചെയ്യുക മെഹ്റാബിലേക്ക് വരിക. അപ്പോൾ ഇമാമിൻ്റെ വസലം കിട്ടിയല്ലോ. നേരത്തെ മുരീദുൽ ഖുദ്വത്ത് എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഇമാമും എന്താ ചെയ്യേണ്ടത്? ആ ഇഖാമത്ത് എടുത്ത് ഉടനെ വരണം, അതിന് മുമ്പേ എഴുന്നേറ്റ് നിൽക്കരുത്. പിന്നെ ഇമാമ് നിൽക്കുമ്പോൾ തന്നെ മൗമൂമികൾ നിൽക്കണം. വലൗക്കാന ബത്തി അൻ നഹ്ലത്തി. അപ്പോൾ ഇനി ഇയാൾ ബത്തി ഉൻ നഹ്ലത്താണെങ്കിലോ നേരത്തെ വയസ്സനാണെങ്കിലും എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോഴേ എഴുന്നേക്കാവും. പക്ഷേ ഇയാൾക്ക് അങ്ങനെ എന്താണ് പെട്ടെന്ന് എഴുന്നേറ്റൂടെ. പതുക്കെ മുട്ടുവേദനയും നടുവേദനയൊക്കെ ഉള്ള ആളാണ്. പതുക്കെ അങ്ങനെ എഴുന്നേറ്റ് വരാനേ കഴിയുള്ളൂ. എന്നാൽ ബിഹൈദുലോ അഖറ ഇല ഫറാഹിഹ ഇഖാമത്തിനെ തൊട്ട് വിരമിക്കുന്നവരെ ഇയാളാ എഴുന്നേക്കലിനെ പിന്തിച്ചാൽ ഫാത്തത്തുഹു ഫളീലത്തു തഹറുമി തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫളീലത്ത് നഷ്ടപ്പെടും. മഅൽ ഇമാമി ഇമാമിനോടുകൂടെ അത് കിട്ടൂല. ഖാമ ഫി വഖ്തിൻ യഅലമു ബിഹി ഇദ്റാക്കഹു ലിത്തഹറുമി. അപ്പോൾ ഇയാൾ എഴുന്നേൽക്കണം ഒരു സമയത്തിൽ. എങ്ങനെ? യഅലമു ബിഹി ഇവന് അറിയാം, ബിഹി ആ എഴുന്നേക്കൽ കൊണ്ട് ഇവനറിയാം, ഇദ്റാക്കഹു അവൻ എത്തിക്കും എന്നതിനെ അറിയാം, ലിത്തഹറുമി തക്ബീറത്തുൽ ഇഹ്റാമിനെ ഇമാമിൻ്റെ കൂടെ എത്തിക്കും എന്നറിയാം. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റോണം അതിനനുസരിച്ച് നിന്ന്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുക എന്നാണ്. അപ്പോൾ എന്താണ് ഈ കുറച്ച് ബാക്കിലൊക്കെ ഇരിക്കുന്ന ആൾ ഇഖാമത്ത് തീർന്നതിന് ശേഷം എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ അവ്വൽ സോപ്പ് കിട്ടൂല. എന്നാലോ ഈ പറഞ്ഞ അനുസരിച്ച് അവ്വൽ സോപ്പ് നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഇമാമിൻ്റെ വലതുഭാഗം പോലത്തെ എന്താണ് അഫ്ളലുകൾ നഷ്ടപ്പെട്ടാലും ഇതിൻ്റെ ശേഷം എഴുന്നേൽക്കണം എന്നാണ്. ആ സുന്നത്ത് പാലിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. അതിന് വരുമ്പോൾ തന്നെ മുന്നോട്ടിരിക്കുക, അല്ലെ ബാക്കിലിരിക്കണ്ടല്ലോ. പിന്നെ മറ നദ്ബുൽ ഇഖാമത്തി. പിന്നെ ഇഖാമത്ത് കൊടുക്കൽ സുന്നത്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെ സുന്നത്ത്? മിൻ ഖിയാമിൻ നിന്നിട്ട് എന്താണ് ഇഖാമത്ത് കൊടുക്കണം. അപ്പോൾ നിന്നിട്ട് ഇഖാമത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ മുഖീം എപ്പോഴാണ് എഴുന്നേക്കേണ്ടിയേ? ഫൈസന്നു ഖിയാമുൽ മുഖീമ് ഖബലഹ. അപ്പോൾ എന്താണ് മുഖീം നിൽക്കണം, ഖബലഹ ഇഖാമത്തിൻ്റെ മുമ്പ് നിൽക്കണം. അപ്പോൾ ഇഖാമത്ത് കൊടുക്കുന്ന ആൾ മാത്രമേ ഇഖാമത്തിൻ്റെ മുമ്പ് നിൽക്കൽ സുന്നത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇമാമും മൗമൂമിങ്ങളും എല്ലാവരും ഇഖാമത്ത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേക്കണ്ടേ. വല്ലൗല ലിദ്ദാഖില എന്താ? അപ്പോൾ ഇഖാമത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ആളോ? വല്ലൗല ഏറ്റവും നല്ലത് ലിദ്ദാഖിലി കടന്നു വരുന്ന ആൾ. എന്താ? ഇഖാമത്തിൻ്റെ സമയത്ത് കടന്നു വരുന്ന ആൾ. ഔ വഖദ് ഖറുബത്ത് അല്ലെങ്കിൽ ഇഖാമത്ത് എന്താണ് കരീബായ അവസ്ഥയിൽ ദാഖിലാള് ഇന്ദഹാൻ്റെ മേലെത്തുക. അപ്പോൾ വല്ലൗല ലിദ്ദാഖിലി വഖദ് ഖറുബത്തിൽ ഇഖാമത്തു നടത്താം. ഇഖാമത്ത് ഇപ്പോൾ കൊടുക്കും, സമയം നോക്കിയപ്പോൾ 1 മിനിറ്റേ ഉള്ളൂ അല്ലെ 2 മിനിറ്റേ ഉള്ളൂ. എന്നാൽ ഈ യസ്തമിറ ഖായിമൻ ഇവൻ അവിടെ തന്നെ നിൽക്കുക, നിന്നവനായ നിലയിൽ തുടരുക. കറാഹത്തിൽ ജുലൂസി കാരണം എന്താ? ഇരുത്തം കറാഹത്താണ്. മിന്നോയിര് സലാത്തിൻ നിസ്കരിക്കാതിരിക്കൽ, തയ്യത്ത് നിസ്കരിക്കാതിരിക്കൽ കറാഹത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് വൻ നഫിൽ ഹീനയിദിൻ പിന്നെ തയ്യത്ത് നിസ്കരിച്ചാൽ പോലെ അവിടെ നിൽക്കുന്നതിനാ അത് ആ സമയത്ത് ഇഖാമത്ത് ഖരീബായ സമയത്ത് സുന്നത്തും കറാഹത്ത്, സുന്നത്ത് നിസ്കരിക്കലും കറാഹത്താ. ജുലൂസിൻ്റെ മേലെത്തുക വൻ നഫിൽ ഹീനയിദിൻ. അപ്പോൾ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഖാമത്ത് ഖരീബായ സമയത്ത് സുന്നത്ത് നിസ്കരിക്കലും കറാഹത്ത്. അപ്പോൾ ഈ 2 കറാഹത്തുള്ളതുകൊണ്ട് അവിടെ നിൽക്കുക. എന്നിട്ട് പിന്നെ ആ ഇഖാമത്ത് കൊടുത്ത് ഫർള് നിസ്കരിക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ പിന്നെ തഹിയ്യത്തും കൂടി കരുതി കഴിഞ്ഞാൽ അതിൻ്റെ കൂലിയും കിട്ടും. കമാ ഖാല മുസന്നിഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? വലാ യബ്ത ദിയു നഫ്ലൻ ബഅദ ശുറൂഇഹി ഫീഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഖാമത്ത് കൊടുക്കുന്ന ആൾ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം എന്താണ് സുന്നത്ത് തുടങ്ങരുത് എന്ന്. അപ്പോൾ വന്നഫലി ഹീന ഇതിൻ്റെ എന്നയിലേക്ക് മടങ്ങുന്നതാണ് കമാ ഖാല എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാഹ് ഞാൻ അടക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.